ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വർഷത്തിലെ മോളിവുഡിലെ ആദ്യത്തെ വലിയ വിജയം നേടിയെടുത്ത രേഖാചിത്രം എന്ന സിനിമ 57 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നല്ലോ നേടിയെടുത്തത്. ഇപ്പോഴത്തെ OTT-ൽ കഴിഞ്ഞ ആഴ്ച സ്ട്രീമിംഗ് ആരംഭിച്ച സിനിമയുടെ കേരളത്തിലെ ഫുട്ഫോൾസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് കേരളത്തിലെ തിയേറ്ററുകളിലെ രേഖാചിത്രം കണ്ടവരുടെ എണ്ണം പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 12 ലക്ഷത്തിലധികം ആളുകൾ കേരളത്തിലെ തിയേറ്ററുകളിൽ മാത്രം രേഖാചിത്രം കണ്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. OTT-ൽ നിങ്ങൾ സിനിമ കണ്ടിരിക്കുമല്ലോ, അഭിപ്രായങ്ങൾ പറയൂ. മമ്മൂട്ടിയുടെ അടുത്ത വലിയ സിനിമയായിട്ട് ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആക്ഷൻ ഗെയിം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ ബസൂക്ക. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി 30 ദിവസങ്ങൾ മാത്രം ബാക്കി. ഏപ്രിൽ 10 വിഷു റിലീസായിട്ട് ഫെസ്റ്റിവൽ റിലീസായിട്ടാണ് മമ്മൂട്ടിയുടെ ബസൂക്ക തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തിയേറ്ററുകളിലേക്ക് സിനിമ എത്താനായിട്ട് 30 ദിവസങ്ങൾ ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന പോസ്റ്ററാണ് ഇന്ന് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. വീഡിയോയിൽ അവസാനത്തെ അപ്ഡേറ്റ് ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി അപ്ഡേറ്റ് ആണ്. അടുത്ത മാസം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ ദിലീപ് നായകനെ എത്തുന്ന സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ലിസ്റ്റൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് നിർമ്മിച്ച് വരാനിരിക്കുന്ന സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ പ്രൊമോ വീഡിയോ ഇന്ന് വൈകിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ നാളെ വൈകിട്ട് 5 മണിക്ക് പുറത്തു വരും. ദിലീപിന് വേണ്ടി അഫ്സൽ ആലപിക്കുന്ന ഒരു ഗാനമാണ് വരാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ കേൾക്കുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം.